റഷ്യ യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട അമേരിക്ക പുതിയ ഉപരോധ നടപടികൾ ആലോചിക്കുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ച 500% തീരുവ നിർദ്ദേശവും സാങ്ഷനിങ് റഷ്യ ആക്ട് 2025 എന്ന ബില്ലും ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് വിശദമായി നോക്കാം. റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുയർന്നു. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനും യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ റഷ്യൻ എണ്ണയും വാതകവും ആഗോള വിപണിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നത് സാധ്യമല്ലെന്ന് പല രാജ്യങ്ങൾക്കും ബോധ്യപ്പെട്ടു. റഷ്യയുടെ എണ്ണയും വാതകവും കുറഞ്ഞ വിലയിൽ ലഭ്യമായപ്പോൾ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തി. ഇന്ത്യ പരമ്പരാഗതമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ റഷ്യൻ എണ്ണയ്ക്ക് വില കുറഞ്ഞതോടെ ഇന്ത്യയുടെ ഇറക്കുമതി റഷ്യയിലേക്ക് മാറി. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്നും $68.7 ബില്യൺ എണ്ണ ഇറക്കുമതി ചെയ്തത് ഇതിന് തെളിവാണ്. ഇത് കോവിഡിന് മുൻപുള്ള കാലത്തെ $10.1 ബില്യൺ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വർധനവാണ്. 2024 ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 35% റഷ്യൻ എണ്ണയായിരുന്നു എന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ലിൻഡ്സേ ഗ്രഹാമും ഡെമോക്രാറ്റ് സെനറ്റർ റിച്ചാർഡ് ബ്ലൂമെന്റലും 2025 ഏപ്രിലിൽ അവതരിപ്പിച്ച സാങ്ഷനിങ് റഷ്യ ആക്ട് 2025 എന്ന ബിൽ റഷ്യൻ എണ്ണ, വാതകം, യുറേനിയം എന്നിവ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 500% തീരുവ ചുമത്താനാണ് ലക്ഷ്യമിടുന്നത്. റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് ധനസഹായം നൽകുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കുകയും റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. 84 സെനറ്റർമാരുടെ പിന്തുണയോടെ ഓഗസ്റ്റിൽ സെനറ്റിൽ ബിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഗ്രഹാം പ്രസ്താവിച്ചിട്ടുണ്ട്. സെനറ്റർ ഗ്രഹാമിന്റെ വാക്കുകൾ ഈ ബില്ലിന്റെ കാർക്കശ്യം വ്യക്തമാക്കുന്നുമുണ്ട്. നിങ്ങൾ റഷ്യയിൽ നിന്നും ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങുകയും യുക്രൈനെ സഹായിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ 500% തീരുവ നേരിടേണ്ടി വരും. ഇന്ത്യയും ചൈനയും പുട്ടിന്റെ 70% എണ്ണ വാങ്ങുന്നു. അവർ റഷ്യയുടെ യുദ്ധതന്ത്രത്തെ പിന്തുണയ്ക്കുന്നു. ഇത് ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് നേരിട്ടുള്ള ഭീഷണിയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ബില്ലിനെ കുറിച്ച് സജീവമായി ആലോചിക്കുന്നതായി പ്രഖ്യാപിച്ചത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഗ്രഹാം ഒരു ഗോൾഡ് ഗെയിമിനിടെ ട്രംപ് ബിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകിയതായി വെളിപ്പെടുത്തി. ഇത് ട്രംപിന്റെ വ്യക്തിപരമായ പിന്തുണ ഈ ബില്ലിനുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധം നീണ്ടുപോകുന്നതിൽ പുടിനോടുള്ള തന്റെ നിരാശ ട്രംപ് അടുത്തിടെ പ്രകടിപ്പിക്കുകയും യുക്രൈനിലേക്ക് കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ അയക്കാൻ US പ്രതിരോധ വകുപ്പിനോട് നിർദ്ദേശിക്കുകയും ചെയ്തത് ഈ വിഷയത്തിൽ ട്രംപിന്റെ കൂടുതൽ കടുത്ത നിലപാടിനെയാണ് സൂചിപ്പിക്കുന്നത്. ബില്ലിൽ US പ്രസിഡന്റിന് 180 ദിവസത്തേക്ക് തീരുവ വൈകിപ്പിക്കാനുള്ള അധികാരം നൽകുന്ന ഒരു വെയ്വർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വെയ്വറിൽ കോൺഗ്രസിന്റെ മേൽനോട്ടമില്ലാതെ പൂർണ്ണ നിയന്ത്രണം വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കാനാണ്. ഈ ബിൽ നിയമമായാൽ ഇന്ത്യക്ക് കടുത്ത സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണ്. ഫാർമസ്യൂട്ടിക്കൽസ്, ടെക്സ്റ്റൈൽസ്, IT സേവനങ്ങൾ തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. 500% തീരുവ ചുമത്തിയാൽ ഈ ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരുകയും അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മത്സരക്ഷമത നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ഇന്ത്യയുടെ കയറ്റുമതി വരുമാനത്തെ കാര്യമായി ബാധിക്കും. ഇന്ത്യയും USഉം നിലവിൽ ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകൾ നടത്തി വരികയാണ്. ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തീരുവകൾ കുറച്ച് വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ്. എന്നാൽ പുതിയ ഉപരോധ ബിൽ ഈ ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കാനും വ്യാപാര കരാർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് റഷ്യൻ എണ്ണ വളരെ പ്രധാനമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില വർദ്ധിക്കുമ്പോൾ കുറഞ്ഞ വിലയിൽ റഷ്യൻ എണ്ണ ലഭിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരുന്നത്. ഈ ബിൽ നടപ്പിലായാൽ ഇത് എണ്ണ ഇറക്കുമതിയുടെ ചെലവ് വർദ്ധിപ്പിക്കാനും രാജ്യത്ത് ഇന്ധന വില കൂടാനും ഇടയാക്കും. ഇത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും സാധാരണ ജനങ്ങൾക്ക് അധിക ഭാരം വരുത്തിവെക്കുകയും ചെയ്യും.
ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ ബില്ലിനെ കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്ന ഏത് വികാസവും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുമെന്നും ഇന്ത്യൻ എംബസി സെന്റർ ഗ്രഹാമുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ആ പാലം വരുമ്പോൾ ഞങ്ങൾ അത് കടക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നിലവിലെ സാഹചര്യത്തെ ഇന്ത്യ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും ഉചിതമായ സമയത്ത് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായ വിദേശ നയം പിന്തുടരുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റഷ്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ദോഷകരമാകും. അതേസമയം അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധവും ഇന്ത്യക്ക് പ്രധാനമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും പ്രതിരോധ സഹകരണവും ഇന്ത്യയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഈ ബിൽ നിയമമാകുമോ എന്നത് തീർച്ചയില്ലാത്ത കാര്യമാണ്. US കോൺഗ്രസിലെ ഇരു പാർട്ടികളുടെയും പിന്തുണ ബില്ലിനുണ്ടെങ്കിലും അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും ചൈനയെയും ഇന്ത്യയെയും പോലുള്ള വലിയ സാമ്പത്തിക ശക്തികളെ ഒറ്റപ്പെടുത്തുന്നതിലെ വെല്ലുവിളികൾ ബിൽ പാസാക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാം. കൂടാതെ ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായേക്കാവുന്ന ചില വ്യവസ്ഥകളും ബില്ലിലുണ്ട്. ട്രംപ് തന്റെ പ്രസ്താവനകളിൽ ഈ വിഷയത്തിൽ കൂടുതൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതായി കാണാമെങ്കിലും അദ്ദേഹം അധികാരത്തിൽ വന്നാൽ ഈ ബിൽ അതേപടി നടപ്പിലാക്കുമോ അതോ സ്വന്തം നയങ്ങൾ രൂപീകരിക്കുമോ എന്നത് കണ്ടറിയണം. ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്നും റഷ്യയെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് ആഗോള എണ്ണ വിപണിയിൽ വലിയ അസ്ഥിരതയുണ്ടാക്കും. ഇത് അമേരിക്കയെയും യൂറോപ്പിനെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഒരു നയതന്ത്ര വെല്ലുവിളിയാണ്. അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനൊപ്പം റഷ്യയുമായുള്ള ഊർജ്ജ ബന്ധം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് നിർണായകമാകും. ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക, ആഭ്യന്തര എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുക, വ്യാപാര ബന്ധങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരിക തുടങ്ങിയ ദീർഘകാല പദ്ധതികൾ ഇന്ത്യക്ക് പരിഗണിക്കേണ്ടി വരും. ട്രംപ് ഭരണകൂടം വ്യാപാരത്തിൽ സംരക്ഷണവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് പുതിയ കാര്യമല്ല. കാനഡയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 35% തീരുവ ഏർപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനവും ഫിലിപ്പീൻസ്, മോൾഡോവ, ലിബിയ, ശ്രീലങ്ക, ഇറാഖ്, അൾജീരിയ, ബ്രൂണൈ എന്നിവയുൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾക്കെതിരെ അധിക തീരുവകൾ പ്രഖ്യാപിച്ചതും ഇതിന് ഉദാഹരണമാണ്. ഇത് ആഗോള വ്യാപാരത്തിൽ ഒരു പുതിയ യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന ആശങ്ക ഉയർത്തുന്നുമുണ്ട്. റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് US കൊണ്ടുവരാൻ സാധ്യതയുള്ള ഉപരോധ ബിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിക്ക് കാര്യമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്ര സമീപനവും ആഭ്യന്തര സാമ്പത്തിക ക്രമീകരണങ്ങളും വരും കാലങ്ങളിൽ നിർണായകമാകും.